ചൊറി രോഗിയുമായുള്ള സമ്പർക്കത്തിലൂടെ വളരെ വേഗം പടരാൻ സാധ്യതയുള്ള ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം ശക്തമായ ചൊറിച്ചിൽ തന്നെയാണ്. ശുചിത്വക്കുറവാണ് രോഗകാരണം. രാത്രിയിൽ ചൊറിച്ചിൽ കൂടുതലായി കണ്ടുവരുന്നു. ചൊറിച്ചിൽ ചിലപ്പോൾ നീരും വീക്കവും ഉണ്ടാകാൻ കാരണമാകും. തൊലിപ്പുറത്ത് ജീവിച്ച് അവിടെ തന്നെ പെറ്റുപെരുകുന്ന പേൻ പോലെയുള്ള സൂക്ഷ്മജീവികളാണ് രോഗത്തിന് കാരണം. ചൂടുവെള്ളത്തിൽ കുളിക്കുക, ലഘുവായ ഭക്ഷണം കഴിക്കുക, ഉപ്പ് കുറയ്ക്കുക, രോഗം മറ്റുള്ളവരിലേക്ക് പകരാതെ നോക്കുകയും വേണം. രോഗം പൂർണ്ണമായി കുറഞ്ഞ ശേഷം അതുവരെ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ, കിടക്കവിരി എന്നിവ ചൂടുവെള്ളത്തിൽ അലക്കുക. ഇനി ഈ രോഗത്തിനുള്ള ചികിത്സകൾ നോക്കാം. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചൊറിയുള്ള ഭാഗത്ത് തെച്ചിപ്പൂവ് അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് പുരട്ടുക. മഴക്കാലത്ത് ചെളിയിൽ ചവിട്ടുന്നത് മൂലമുള്ള കാലുകളുടെ വിരലുകൾക്കിടയിൽ ഉണ്ടാകുന്ന ചൊറിക്ക് എരിക്കിൻ്റെ കറ ഇറ്റിച്ച് ഒഴിക്കുക. ചെറുപുന്ന അരിയുടെ വിത്ത് അരച്ച് ഗോമൂത്രത്തിൽ ചാലിച്ച് ചൊറിച്ചിലുള്ളിടത്ത് പുരട്ടുക. ചെറുനാരങ്ങ നീരും പൊൻകാരവും ഗന്ധകവും ചേർത്ത് പുരട്ടുക. വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഉമ്മത്തില പിഴിഞ്ഞ നീര് വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി പുരട്ടുക. വേപ്പിലയും മഞ്ഞളും ചേർത്തും പുരട്ടാം. വേങ്ങയുടെ തൊലിയും ഇലയും ചതച്ച് പുരട്ടുക. തെച്ചിവേരിൻ്റെ തൊലി തേങ്ങാപ്പാലിൽ അരച്ചു പുരട്ടുന്നത് കുട്ടികൾക്കുണ്ടാവുന്ന ചൊറിക്ക് നല്ലതാണ്. ഹെൽത്തി ബോഡി, ഹെൽത്തി മൈൻഡ്.